അപ്പൊ അവരമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട, എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ബിർണാണി തന്നാൽ മതി എന്ന് ശംഖു പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ചു ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികൾ. ഞാൻ പറഞ്ഞല്ലോ ആഴ്ച 2 ദിവസം മുട്ടയായിരുന്നു, അത് നമ്മളിപ്പോ 3 ദിവസം മുട്ടയാക്കിയത്. അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി. അപ്പോ മുട്ട ബിരിയാണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ സ്കൂളിലും അങ്കണവാടിയിലും ഒക്കെ ആയിട്ട് പരിഷ്കരിച്ചിട്ടുള്ള നല്ല ഫുഡ് മെനു നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ബിരിയാണി കൊടുത്തോ അല്ലെങ്കിൽ ഫുഡ് മെനുവിൽ പുതുതായിട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? ഇനി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിശീലനം വരെ സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ പരിശീലനം? ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാണുന്ന പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകുന്ന ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന മോണിറ്റൈസേഷൻ ഒരുപാട് പേര് പൈസ കിട്ടുന്നതിനെയാണ് നമ്മൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. റിപ്പോർട്ട് അടിച്ച് നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേര് വീഡിയോയ്ക്ക് റിപ്പോർട്ട് അടിച്ച് ഇപ്പോൾ കിട്ടാതായിരിക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് പ്രേക്ഷകരോട് നമ്മൾ സഹായം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ചാനൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെലവുണ്ടാവും എന്നുള്ളത് ഊഹിച്ചാൽ തന്നെ അറിയാൻ പറ്റില്ല. എക്യുപ്മെന്റ്സിന്റെ ചെലവ് മാത്രം വലിയൊരു ചെലവ് തന്നെയാണ്. മന്ത്ലി നല്ലൊരു എക്സ്പെൻസ് തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പരസ്യം ചെയ്യാനും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വിളിക്കുന്ന ആളുകൾ അധികമായി ഉള്ളതുകൊണ്ട് ഞാൻ മെസ്സേജസിന് മാത്രമാണ് റിപ്ലൈ നൽകുന്നത്. സോ അതുകൊണ്ട് ദയവായി വാട്സ്ആപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ശംഖു പറഞ്ഞ ബിർണാണി ഇത് തുടങ്ങുന്ന എവിടെ നിന്നാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ, അങ്കൻവാടിയിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് ഉപ്പുമാവ് വേണ്ട, ഉപ്പുമാവ് മാറ്റിയിട്ട് ബിരിയാണി ആക്കൂ, ചിക്കൻ ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് വൈറലായി. ഈ ഒരു വീഡിയോ നോർമലി ഒരു കുട്ടി സംസാരിക്കുമ്പോൾ ഇത് ഭയങ്കര വൈറലാവുമല്ലോ. നമ്മുടെ ആരോഗ്യമന്ത്രി, അവര് ശിശുക്ഷേമ വകുപ്പിന്റെ കൂടി മന്ത്രിയാണ്, അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുകയും അവര് ഭയങ്കര അഭിമാനത്തോടുകൂടി നമുക്ക് ബിരിയാണി കൊടുക്കാം, ശംഖുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നും പറഞ്ഞുകൊണ്ട് മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം മുട്ട അവിടെ കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് മുട്ട ബിരിയാണി കൊടുക്കാം എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനമാണ് നമ്മൾ ഫസ്റ്റിൽ കണ്ടത്. അവിടെ നിന്ന് എന്തായി? അവിടെ നിന്ന് ഒന്നും ആയില്ല. അതായത് ഒരു കുട്ടിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഒരു അംഗൻവാടിയിൽ ഫുഡിന് വേണ്ടിയിട്ട് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി, പയറ്, അതുപോലത്തെ സാധനങ്ങളുണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു മുടക്കുള്ളതായിട്ട് ഒരു അംഗൻവാടി ടീച്ചർമാരും പറയുന്നില്ല. എന്നാൽ ഈ പറയുന്ന ബിരിയാണി കൊടുക്കണമെങ്കിൽ അത് മാത്രം പോരല്ലോ. ബിരിയാണി കൊടുക്കണമെങ്കിൽ ബിരിയാണിക്ക് കുറച്ച് മസാലകളും ചേരുവകളും സാധനങ്ങളും ഒക്കെ വേണമല്ലോ. ഇപ്പൊ ഇവരിപ്പോ പരിഷ്കരിച്ചതിൽ പറയുന്നുണ്ട് പുലാവ് ഉണ്ട്, അതുപോലെ പുലാവ് വേറെ സംഗതിയാണ്, അതിലേക്ക് വരാം. അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ അനുസാരികൾ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ബാക്കി ഇൻഗ്രീഡിയൻസ്, ഇതൊക്കെ ടീച്ചർമാർ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ട് 3 മാസം കൂടുമ്പോഴാണ് ഇവർക്ക് അത് പാസ്സാക്കി കൊടുക്കുന്നത്. ഈ ഇൻഗ്രീഡിയന്റിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ എത്ര രൂപയ്ക്കാണോ മേടിച്ചത് ആ എമൗണ്ട് അങ്ങനെ തന്നെ കൊടുക്കുന്നില്ല. മറിച്ച് കുട്ടി ഒന്നിന് 5 രൂപ ടോട്ടൽ. ഈ 5 രൂപയ്ക്കുള്ളിൽ എല്ലാം ഒതുക്കിക്കോണം. ബിരിയാണി പ്രഖ്യാപനം വന്നപ്പോ എല്ലാവരും വിചാരിച്ചത് ശരി, അപ്പൊ ഇനി ഫണ്ട് കൂടുതൽ അനുവദിച്ചിട്ടായിരിക്കും ഇവർ ഈ ബിരിയാണി കൊടുക്കുന്ന ഒരു സംഭവം റെഡിയാക്കുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ബിരിയാണി കൊടുക്കുന്നത് എങ്ങനെയാണ് ബിരിയാണി ആകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുട്ട ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ ഇത്രയായിട്ടും അതുപോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. മുട്ട കൊടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് പോലും ചിക്കൻ ഇല്ലെന്ന് ചോദിക്കാറുണ്ട്. കാരണം കുട്ടികളുടെ വീട്ടിൽ കുട്ടികൾ ഡെയിലി കഴിക്കുന്ന ഒരു ഭക്ഷണം, ഇപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലെ ഭക്ഷണത്തിന്റെ രീതികളൊക്കെ കംപ്ലീറ്റ്ലി മാറി. എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ടെങ്കിലും ആരും പണ്ടത്തെ പോലെ പച്ചക്കറി അങ്ങനെയൊന്നുമല്ല. ഓൾമോസ്റ്റ് മീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള പല വിധത്തിലുള്ള ചിക്കൻ വിഭവങ്ങളൊക്കെ കഴിച്ച് ശീലിച്ച കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. അപ്പൊ അവർക്ക് ഈ ബിരിയാണി കൊടുക്കുക, അതും എന്തുകൊണ്ടുണ്ടാക്കിയ ബിരിയാണി? റേഷനരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണി. റേഷനരിയും ഈ ഇപ്പൊ കൊടുക്കുന്ന മുട്ടയും, അതാണ് ലഭ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം കൊണ്ട് ഇവരുണ്ടാക്കി കൊടുക്കണം എന്നതാണ് പറയുന്നത്. എന്നിട്ട് ഇതിനൊരു പരിശീലനമുണ്ട്. അപ്പൊ എന്തിനാണ് പരിശീലനം? ബിരിയാണി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണോ പരിശീലനം? അതൊന്നുമല്ല. കൈരളി ഇതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വലിയ രീതിയിൽ കൊടി പിടിച്ചുകൊണ്ടാണ്. അതായത് സർക്കാർ അങ്കണവാടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു മെനു സെറ്റ് ചെയ്തിട്ട് അതിന് പരിശീലനം കൊടുക്കുന്നു. എന്താണ് ആ പരിശീലനത്തിന്റെ പ്രത്യേകത? കൈരളി അത് എടുത്തു പറയുന്നുണ്ട്. ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതി. മിനിസ്റ്ററും പറയും യാഥാർത്ഥ്യത്തിൽ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനാണ് ശ്രമിച്ചത്. ഈ അവസരത്തിൽ ഞാൻ ഒരാളെ ഓർക്കുന്നു, നമ്മുടെ ശംഖുവിൻ്റെ ഒരു എനിക്ക് ഉപ്പുമാവ് വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞ ശംഖുവിൻ്റെ ഏറ്റവും കൗതുകകരവും ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള വാക്കുകളാണ് വാസ്തവത്തിൽ നമ്മളെ ഇതിലേക്ക് എത്തിച്ചത്. കണ്ടില്ലേ, സംഭവം ഇതാണ്. ലഭ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഉള്ളതൊക്കെ തന്നെ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കി കൊടുക്കുക, അതിന് പേരിട്ടാ മതി. ബിരിയാണി, പുലാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ബ്രോക്കൺ വീറ്റ് പുലാവ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇന്റർനാഷണൽ ആയിട്ടോട്ട് നമുക്ക് തോന്നില്ലേ? ബ്രോക്കൺ വീറ്റ് പുലാവ്, ഇതാണ് നമ്മൾ അംഗനവാടി കൊടുക്കുന്നത്. സംഭവം നുറുക്കുപോകുന്നതിന്റെ ഉപ്പുമാവ് തന്നെയാ. അതിനെയാണ് ഇവർ ബ്രോക്കൺ വീറ്റ് പുലാവ് എന്ന് പറയുന്നത്. റേഷനരി മുട്ട ഇട്ട് കൊടുക്കുന്നത് ബിർണാണി. അപ്പം ഇങ്ങനെയാണ് മെനു സെറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി ബീഫ് വാങ്ങും.
എന്നിട്ടാണല്ലോ പിന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങും, ഉരുളക്കിഴങ്ങ് വാങ്ങും, അതിന്റെ ബാക്കി സംഗതികൾ മേടിച്ചിട്ടാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുക. അല്ലാണ്ട് ഈ റേഷനറി കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനത്തിന് കട്ട്ലേറ്റ് എന്നല്ല പറയാം, അതിന് കൊഴുക്കട്ടാന്ന് പറയും. അപ്പൊ ഉള്ളിൽ ബീഫ് വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ നിറയ്ക്കാം. അപ്പൊ ഇത് പേര് മാറും. നിങ്ങൾ വിചാരിക്കുക ഈ ഇൻഗ്രീഡിയന്റ് മാറുമ്പോൾ ഇതിന്റെ പേര് മാറി. ഇപ്പൊ പിസ വേണമെന്ന് പറയുന്ന ഒരു കൊച്ചിന് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിൽ കുറച്ച് എന്താ പറയുക തക്കാളിയും കുറച്ച് ലെറ്റ്യൂസും ചീസും ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗോതമ്പ് ദോശയല്ലേ എന്നാ കൊച്ചു ചോദിക്കില്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ വിവരം ഇല്ലെന്നാണോ മന്ത്രി പറയുന്നത്? നിങ്ങൾ എല്ലാവരെയും പറ്റിച്ചു. നിങ്ങൾ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചു, നിങ്ങൾ രോഗികളെ പറ്റിച്ചു, തലയിൽ കെട്ടിടം വീണ് മരിച്ച ഒരു പാവപ്പെട്ട ചേച്ചിനെ പറ്റിച്ചു. ഇപ്പൊ ഈ മുട്ടയെന്ന് വരിയാത്ത ഈ കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഈ പേര് മാറ്റി. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് റൈസ് സൂപ്പ് എന്നൊക്കെ പറയും. സാധനം കഞ്ഞിവെള്ളമാണ്. ഇത് പേര് മാറ്റിയതുകൊണ്ട് സാധനം അതല്ലാതെ ആവുന്നില്ല. നിങ്ങൾ റേഷനറി കൊണ്ട് കൊടുക്കുന്ന ഒരു സംഗതി ഒരിക്കലും ഒരു ബിരിയാണി ആവില്ല. ബിരിയാണി ആവണമെങ്കിൽ ആദ്യം ബിരിയാണി അരി എന്ന് പറഞ്ഞ സാധനം വേണം. ബിരിയാണി വെക്കുന്ന അരിയാണ് അതിന് വേണ്ടത്. അപ്പൊ അത് കൊടുക്കാൻ നിങ്ങളെ ബഡ്ജറ്റിൽ കാശില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഈ പെയിന്റ് അടിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? എനിക്ക് അതാ മനസ്സിലാവാത്തെ. നിങ്ങൾക്കൊരു കാര്യം ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മന്ത്രി വീണ ജോർജ്, കുട്ടി അങ്ങനെ പറഞ്ഞു, പക്ഷെ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മളുടെ സംഗതികൾ ഇപ്പൊ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിന് കാര്യമായിട്ട് നിങ്ങൾക്ക് അതിനെ അഡ്രസ് ചെയ്തുകൂടാ. അതിന് പകരം നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാൻ എന്താ ശംഖുവിന് ബിരിയാണി കൊടുക്കും, കോഴി ബിരിയാണി ചോദിച്ച കുട്ടിക്ക് റേഷനറി മുട്ടയും കൊണ്ട് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കും. കുട്ടീനെ പറ്റിക്കുക, ലിറ്ററലി പറ്റിക്കുക. കുഞ്ഞുങ്ങൾ ഇതൊന്നും കാണാതെ കിടക്കുന്ന ആൾക്കാരൊന്നും അല്ല. അവര് വീട്ടിൽ വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. അപ്പൊ സ്കൂളിൽ അല്ലെങ്കിൽ അംഗനവാടിയിൽ വന്നിട്ട് ഇത്രയും റേഷനറി പോലെ അല്ലെങ്കിൽ റേഷനറിയിൽ മുട്ട ഇട്ട് കൊടുക്കുക, ഈ സെയിം പാറ്റേൺ ഓഫ് ഫുഡ് തന്നെ കഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് പോഷകപ്രദമായിട്ടുള്ള സംഗതിയൊന്നുമല്ല. മുട്ട കൊടുക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ, ഇല്ലെന്ന് അറിയുന്നില്ല. പക്ഷേ തോന്നുന്നില്ല അങ്ങനെ ഒരു ഫുഡ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലും നല്ലത് ബ്രോക്കൺ വീറ്റ് പുലാവ് തന്നെയാണ്. നിങ്ങൾക്ക് ആ റേഷനറിയുടെ സംഗതി മാറ്റിയിട്ട് നിങ്ങൾക്ക് പഴയ ഉപ്പുമാവ് തന്നെ കൊടുത്താൽ മതി. അത് കുറച്ചും കൂടി കുട്ടികൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അവർ കഴിച്ച് ശീലിച്ചത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളതായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ അതിനകത്ത് പോഷകക്കുറവ് എന്ന് പറയാനില്ല, പ്രത്യേകിച്ച് പോഷണം ഇല്ലെങ്കിലും പോഷകക്കുറവില്ല. അതുകൊണ്ട് തന്നെ അത് തന്നെയായിരിക്കും കൊടുക്കുന്നത് നല്ലത്. എന്തിനാണ് ഈ ബോധമില്ലാത്ത ആളുകളെ പറ്റിക്കുക, അണികളെ പറ്റിക്കുക, കുട്ടികളെ പറ്റിക്കുക, അതേപോലെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ സ്കൂളിൽ മന്ത്രി ശിവൻകുട്ടി കൊണ്ടുവന്നിരിക്കുന്നത് ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ് ഇതുപോലത്തെ സംഗതികളാണ്. അപ്പൊ ഇതൊന്നും കുട്ടികൾ കഴിക്കുന്നില്ല. ആകെ ഫ്രൈഡ് റൈസ് മാത്രമാണ് കുട്ടികൾക്ക് അറിയാവുന്നതും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് കുട്ടികൾ അത് മാത്രം കഴിക്കുന്നു. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അത് ഉണ്ടാക്കുന്നു, ബാക്കിയുള്ള ഡേയ്സ് എല്ലാം നോർമൽ മെനു എന്നാണ് സ്കൂളിൽ നിന്ന് അറിഞ്ഞ വിവരം. പിന്നെ ഇവര് പറയുന്ന പോലെ ഓരോ ദിവസം ഓരോ ചോറ് കൊടുക്കാനായിട്ട് അധ്യാപകർ ലോൺ എടുക്കണം. അത് ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞല്ലോ, നിങ്ങൾ ശമ്പളം വാങ്ങുമല്ലേ, അതിനകത്ത് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള സ്കൂളുകളുടെ സ്ഥിതി. മനസ്സിലായില്ലേ? ജപ്പാനിലൊക്കെ കുട്ടികളെ കുക്ക് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഈ അംഗനവാടി പഠിക്കുന്ന കുട്ടികൾ കുക്ക് ചെയ്യും. അവർ കുക്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. നമുക്ക് അറിഞ്ഞൂടെ, ഈ പ്രായത്തിൽ എനിക്ക് അറിഞ്ഞൂടെ സത്യം പറഞ്ഞാൽ. അത്രയും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ, എന്ത് സൂപ്പറായിട്ട്, അത്ര നീറ്റായിട്ടാണ്. അത് കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. നമ്മളൊരു തുടക്കം മുതൽ ക്ലീൻ ചെയ്യുന്നത് വരെയുള്ള അതുവരെയുള്ളത് കൃത്യമായിട്ട് ചെയ്ത് ആ കുട്ടികൾ ഇപ്പോഴേ പരിശീലിപ്പിക്കപ്പെടുന്നു. ഇവിടെയോ റേഷനറി മുട്ടയും കാണിച്ചിട്ട് ഇതാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പറ്റിക്കുന്നു. ഇങ്ങനത്തെ സർക്കാരിനെ തന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയാൽ അവരെ പോലെ തന്നെ ഈ പറയുന്ന തലച്ചോറില്ലാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആടിനെ കാണിച്ചിട്ട് ഇതാണ് പട്ടിന്ന് നമ്മുടെ നേതാവ് പറഞ്ഞാൽ ഓക്കെ പട്ടി അതിന് കുറയ്ക്കുമായിരിക്കും, കുറച്ചില്ലെങ്കിലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, എന്തായാലും നേതാവ് പറഞ്ഞതല്ലേ എന്ന രീതിയിൽ നമ്മുടെ തലമുറ ആയിപ്പോ. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ സൂക്ഷിക്കുക. ബിരിയാണി ഒന്നും കിട്ടാൻ പോണില്ല, വെറും വാഗ്ദാനം നടത്തിത്തരാം. അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.